നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധികാരങ്ങൾ വൻതോതിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് US സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി. സ്വതന്ത്ര ഫെഡറൽ ഏജൻസികളുടെ മേധാവികളെ തന്നിഷ്ടപ്രകാരം പുറത്താക്കാൻ പ്രസിഡന്റിന് പൂർണ്ണ അധികാരമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. എന്നാൽ രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിനെ മാത്രം ഈ പരിധിയിൽ നിന്നും കോടതി ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ US പ്രസിഡന്റിന്റെ ഭരണനിർവഹണ അധികാരങ്ങൾ ശക്തമായിരിക്കുകയാണ്. എന്നാൽ രാജ്യത്തെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിനെ മാത്രം കോടതി പരിധിയിൽ നിന്നും താൽക്കാലികമായി ഒഴിവാക്കിയത് ട്രംപിന്റെ സമ്പൂർണ്ണ ആധിപത്യ നീക്കങ്ങൾക്കേറ്റ ചെറിയൊരു തിരിച്ചടിയായും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഭവന വായ്പാ തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച് തന്നെ പുറത്താക്കാനുള്ള റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നീക്കത്തിനെതിരെ ശക്തമായ നിയമപോരാട്ടം നടത്തുന്ന ഫെഡറൽ റിസർവ് ഗവർണർ ലിസ കുക്കിന് തൽസ്ഥാനത്ത് തുടരാൻ സുപ്രീം കോടതി ജഡ്ജിമാർ അനുമതിയും നൽകി. തനിക്കെതിരെ ഉയർന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും ലിസ കുക്ക് പൂർണ്ണമായി നിഷേധിച്ചിട്ടുണ്ട്. നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെ ലിസയെ പുറത്താക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. രാജ്യത്തെ പലിശ നിരക്കുകൾ നിശ്ചയിക്കുന്ന കേന്ദ്ര ബാങ്ക് ഒഴികെയുള്ള മറ്റെല്ലാ ഫെഡറൽ ഏജൻസികളുടെയും തലവന്മാരെ യാതൊരു കാരണവുമില്ലാതെ പുറത്താക്കാൻ പ്രസിഡന്റിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് കോടതി അടിവരയിട്ടു പറഞ്ഞു. ഏജൻസി തലവന്മാരെ മാറ്റണമെങ്കിൽ വ്യക്തമായ കാരണം വേണമെന്ന നിലവിലെ ഫെഡറൽ നിയമങ്ങളെയും ഭരണനിർവഹണ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിച്ചിരിക്കുന്ന 91 വർഷം പഴക്കമുള്ള കോടതി വിധിയെയും പൂർണ്ണമായും മറികടന്നാണ് സുപ്രീം കോടതിയുടെ ഈ പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനങ്ങളോ സമ്മർദ്ദങ്ങളോ ഇല്ലാതെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ ഏജൻസി ബോർഡ് അംഗങ്ങൾക്ക് സംരക്ഷണം നൽകിയിരുന്ന 1935 ഹംഫ്രീസ് എക്സിക്യൂട്ടർ എന്ന മുൻകാല ഏകകണ്ഠമായ വിധി സുപ്രീം കോടതിയിലെ 9 അംഗ ബെഞ്ചിലെ 6 കൺസർവേറ്റീവ് ജഡ്ജിമാരുടെ ഭൂരിപക്ഷത്തോടെ ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ പദവിയിൽ നിന്നും പുറത്താക്കുന്നതിൽ നിന്നും അവർക്ക് നിയമപരമായ പരിരക്ഷ നൽകുന്നത് അമേരിക്കൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അധികാര വികേന്ദ്രീകരണ തത്വങ്ങൾക്ക് തികച്ചും വിരുദ്ധമാണെന്ന് ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് കോടതിക്ക് വേണ്ടി എഴുതിയ വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നു. ഭരണഘടന അനുസരിച്ച് എക്സിക്യൂട്ടീവ് അധികാരങ്ങളുടെ തലവൻ പ്രസിഡന്റാണെന്നും അതിനാൽ ഏജൻസി തലവന്മാരെ മാറ്റാൻ പ്രസിഡന്റിന് പൂർണ്ണ അവകാശമുണ്ടെന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. ഈ വിധി അമേരിക്കൻ രാഷ്ട്രീയത്തിലും ഭരണ സംവിധാനത്തിലും വലിയ തോതിലുള്ള അഴിച്ചുപണികൾക്ക് വഴിതുറക്കും. ഫെഡറൽ ട്രേഡ് കമ്മീഷൻ, നാഷണൽ ലേബർ റിലേഷൻസ് ബോർഡ് തുടങ്ങിയ പ്രമുഖ സ്വതന്ത്ര ഏജൻസികളുടെ പ്രവർത്തനങ്ങളിൽ ഇനി മുതൽ വൈറ്റ് ഹൗസിന് നേരിട്ട് ഇടപെടാനും തങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥരെ ഉടനടി മാറ്റാനും ട്രംപിന് സാധിക്കും. പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ ഈ വിധിക്കെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 91 വർഷം പഴക്കമുള്ള ചരിത്ര വിധി തിരുത്തിക്കുറിച്ചുണ്ടായ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് അമേരിക്കൻ ഭരണ സംവിധാനത്തെ തന്നെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്. പ്രമുഖ സ്വതന്ത്ര ഏജൻസികളിൽ ഇനി വൈറ്റ് ഹൗസിന്റെ നേരിട്ടുള്ള നിയന്ത്രണം വരുന്നതോടെ ഡൊണാൾഡ് ട്രംപ് കൂടുതൽ സർവശക്തനാകും. എന്നാൽ ഫെഡറൽ റിസർവിനെ തൽക്കാലം മാറ്റി നിർത്തിയതും ലിസ കുക്കിന് അനുകൂലമായ കോടതി നിലപാടും ട്രംപിന്റെ സമ്പൂർണ്ണ ആധിപത്യ മോഹങ്ങൾക്ക് ചെറിയൊരു തടസ്സമായിട്ടുണ്ട്. പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ ശക്തമായ വിയോജിപ്പുമായി രംഗത്തെത്തിയതോടെ വരും ദിവസങ്ങളിൽ വൈറ്റ് ഹൗസും സ്വതന്ത്ര ഏജൻസികളും തമ്മിലുള്ള പുതിയ രാഷ്ട്രീയ നിയമയുദ്ധങ്ങൾക്ക് അമേരിക്കൻ മണ്ണ് സാക്ഷ്യം വഹിക്കുമെന്ന് വ്യക്തം.